ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാർത്തകളുടെ പശ്ചാത്തലത്തിൽ, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, അനിവാര്യമായ രാജി അത് സംഭവിച്ചിരിക്കുന്നു. മാധു, അങ്ങനെയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ശ്യാം ദേവരാജ് ഇന്നലെ രാവിലെ 7 മണിക്ക് പുറത്തു കൊണ്ടുവന്ന സുപ്രധാനമായ വാർത്ത. അതിൽ രാഷ്ട്രീയ കേരളം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. അത് വിവാദമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പരാതി ഉയർത്തിയ സാഹചര്യം. മന്ത്രി പോലും ഈ നിയമനം അറിഞ്ഞില്ലെന്ന ആക്ഷേപമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ മുഖ്യമന്ത്രി ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ KB പ്രദീപ് എന്ന ഗവൺമെന്റ് പ്ലീഡറോട് രാജിക്കത്ത് നൽകാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒടുവിൽ KB പ്രദീപ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്നാണ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ KB പ്രദീപ് പുറത്തേക്ക് പോകുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയുടെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി, പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച അഭിഭാഷകനെ ദേവസ്വത്തിന്റെ ചുമതല ഹൈക്കോടതിയിൽ ഏൽപ്പിക്കുന്നതിനെ അനൗചിത്യം ചോദ്യം ചെയ്തുകൊണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അതിന് വഴങ്ങിക്കൊണ്ട് ഈ അഭിഭാഷകനോട് KB പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ഒടുവിൽ അത് രണ്ടാമത്തെ തിരുത്തലാണിപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ആദ്യം സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രാജിവെച്ചെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡർ കൂടി രാജിവെക്കുകയാണ്. നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ വിചിത്രമായ ഒരു തീരുമാനവും പ്രതികരണവും ഒക്കെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത്. താൻ ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരപ്രകാരം എടുത്ത തീരുമാനം എന്നുള്ളതായിരുന്നു. അതിനോടൊപ്പം കൗതുകകരമായ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ, സർക്കാരിന് ഉപയോഗപ്പെടും എന്ന നിലയ്ക്ക്. അങ്ങനെ അത്രമേൽ നിസ്സാരവൽക്കരിച്ചല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നു എന്നാണ് ഈ രാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.